എല്ലാ കാലത്തും ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിയാണ് റഷ്യ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ തർക്കവുമില്ല. ആര് കൂടെ ഇല്ലെങ്കിലും ഞങ്ങൾ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായി വർത്തിക്കുമെന്ന് ഇന്ത്യയോട് റഷ്യ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എല്ലാ കാലത്തും റഷ്യ ഇന്ത്യയെ സഹായിക്കാൻ വന്നപ്പോൾ, നരേന്ദ്രമോദിയുടെ കാലത്ത് റഷ്യയ്ക്കൊരു ആവശ്യം വന്നപ്പോൾ ഇന്ത്യ റഷ്യയെ സഹായിക്കാൻ അമേരിക്കയുടെ ഉപരോധങ്ങളും വെല്ലുവിളികളുമെല്ലാം കാറ്റിൽ പറത്തി ഓടിയെത്തി. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ റഷ്യയ്ക്ക് സകല ഉപരോധങ്ങളും എല്ലാ രാജ്യങ്ങളിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ റഷ്യയെ പിടിച്ചു നിർത്തിയത് ഇന്ത്യയുടെ മാർക്കറ്റാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കാൻ ഇന്ത്യ തയ്യാറായി, നരേന്ദ്രമോദി തയ്യാറായി. റഷ്യ ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്ത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള നില ആ സമയത്ത് പിടിച്ചു നിർത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ റഷ്യ തന്ന S-400 ഉപയോഗിച്ച് പാകിസ്ഥാന്റെ സകല മിസൈലുകളും ഇന്ത്യ നിർവീര്യമാക്കുമ്പോൾ റഷ്യക്ക് ഇതിലും വലിയ അഭിമാന നിമിഷമില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതിന് പുറമെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. റഷ്യ ഇപ്പോൾ ഇന്ത്യയെ റഷ്യയുടെ ആഹ്ലാദം അറിയിച്ചിരിക്കുന്നു. എന്തിലൂടെയാണ് ഈ ആഹ്ലാദം അറിയിച്ചിരിക്കുന്നത്? S-500ന്റെ പ്രൊഡക്ഷൻ നമുക്ക് തുടങ്ങണം എന്നാണ് റഷ്യ ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത്, നരേന്ദ്രമോദിയോട് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ രാജ്യത്തോട് പറഞ്ഞിരിക്കുന്നത്. ഈ S-500 ഡിഫൻസ് സിസ്റ്റം അത് നമുക്ക് ഒരുമിച്ച് പ്രൊഡക്ഷൻ അതിലേർപ്പെടണമെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. റഷ്യ പ്രപ്പോസസ് ജോയിന്റ് പ്രൊഡക്ഷൻ ഓഫ് S-500 എയർ ഡിഫൻസ് സിസ്റ്റം ടു ഇന്ത്യ അഗെയിൻ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. S-400ന്റെ ശക്തി ഇപ്പോൾ ലോകരാജ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. റഷ്യയുടെ പ്രതിരോധ രംഗം, പ്രതിരോധ വിപണി, പ്രതിരോധ മാർക്കറ്റ് അത് കുതിച്ചുയരുകയാണ്. ഇനി നമുക്ക് S-500ലേക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ് റഷ്യയുടെ കൃത്യമായിട്ടുള്ള പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഇന്ത്യ അത് അംഗീകരിച്ചിരിക്കും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ വിചാരിക്കേണ്ടത്. അതായത് പ്രപ്പോസൽ വന്നു കഴിഞ്ഞു, ഇന്ത്യ അത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഇന്ത്യ അത് ഉറപ്പായിട്ടും അംഗീകരിക്കും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ വിചാരിക്കേണ്ടത്. അമേരിക്കയ്ക്ക് അടക്കം ഇത് വലിയൊരു തിരിച്ചടിയാണ്, വെല്ലുവിളിയാണ്. കാരണം അമേരിക്കയ്ക്കുമുണ്ട് എയർ ഡിഫൻസ് സിസ്റ്റം THAAD എന്നാണ് അതിൻ്റെ പേര്. ഇസ്രായേലിന് അയൺഡോം മാറ്റി ഇപ്പോൾ THAAD ആണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. സമാനമായ രീതിയിലാണ് റഷ്യയുടെ കയ്യിൽ നിന്നും S-400 നമ്മൾ മേടിച്ചപ്പോൾ അമേരിക്ക വലിയ രീതിയിൽ കണ്ണുചുറ്റിയത്. പക്ഷെ അതൊന്നും ഇന്ത്യ വകവച്ചില്ല. ഇന്ത്യ S-400 തന്നെയാണ് മേടിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള സാധിക്കുന്നത്. അതിൽ നിന്നാണ് അമേരിക്കയുടെ F-16 വിമാനത്തെ പോലും ഇന്ത്യ പ്രതിരോധിച്ചത് എന്നുള്ളതാണ് ഈ S-400ന്റെ വലിയ വിപണി മൂല്യം ഇപ്പോൾ ഉയർത്തുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ S-500 എയർ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് ജോയിന്റ് പ്രൊഡക്ഷനിലേക്ക് ഇന്ത്യയെ കൈകൊടുക്കാനായി റഷ്യ വിളിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.